കുറച്ചു നേരത്തേക്ക് ഈ അടുക്കളയിലെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ് കേട്ടോ. ഇന്ന് പാനിപൂരി ഉണ്ടാക്കുകയാണ്. 2 ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്കറിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ഈ പാനിപൂരി ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ സലൂണിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ഏതോ ഒരു രാത്രി ഏതോ ഒരു സ്റ്റാഫ് അവിടെ പാനിപൂരി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് പാനിപൂരി കഴിക്കുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് പാനിപൂരിയോട് ഇഷ്ടം വല്ലാതെ കൂടി. അതിനുശേഷമാണ് കേട്ടോ ഞാൻ പാനിപൂരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷെ ഞാൻ വീട്ടിൽ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. സലൂണിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാഫായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഓട്സ് ആണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അത് എയ്സിന് വേണ്ടിയിട്ടാണ്. എയ്സിന് ഉറക്കാണ്, എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വേണം, കുറച്ചധികം പുളി വേണം, സവാള വേണം, പച്ചമുളക് വേണം, ചാറ്റ് മസാല വേണം. ഇപ്പം നമ്മൾ ആ പാനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചാറ്റ് മസാലയും പുളി പിഴിഞ്ഞ വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിടുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? എന്തായാലും ഉപ്പ് ഇടുന്നുണ്ട്. നമ്മൾ ആ പുളിയൊക്കെ നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് അങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ കയറ്റി വെക്കാറുള്ളത്. അല്ലെങ്കിൽ ഐസ് ക്യൂബ് കുറച്ച് ഇട്ട് വെച്ചിരുന്നാലും മതി. ഞാൻ ഈ സവാളയൊക്കെ ഇരുന്ന് വീഡിയോ എടുത്തിരുന്നു. അതെപ്പോഴും അത് കട്ടായി പോയതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ ബോയിൽ ചെയ്ത പൊട്ടറ്റോ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്മാഷ് ചെയ്യുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന വലിയൊരു തവി വെച്ചിട്ടാണ് ഞാനിത് എല്ലാം കൂടെ ഉടച്ചെടുക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് വേറൊരു സ്പൂണും കൂടെ യൂസ് ചെയ്തിട്ടാണ്. സാധാരണ ആൾക്കാർ കൈവച്ചൊക്കെയാണ് കുഴക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സവാളയും പച്ചമുളകും ഇടാം. നമ്മൾ ആ പാനിയിൽ കുറച്ച് മാത്രമേ സവാള ചേർക്കാറുള്ളൂ കേട്ടോ. ബാക്കി ഇതിലേക്കിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഇതിനകത്ത് ഉപ്പ് വേണമല്ലോ. അങ്ങനെ ചിലർ ഈ പാനിപ്പൂരിയുടെ കൂടെ ഒരു സ്വീറ്റ് പാനിയും കൂടി ഉണ്ടാക്കും. എനിക്ക് ആ സ്വീറ്റ് പാനിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല. ഈ പൂരി നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ആ പാക്കറ്റ് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. എന്തായാലും ആ പൂരി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സ്ട്രീറ്റിൽ നിന്നൊന്നും അങ്ങനെ പാനിപ്പൂരി മേടിച്ച് കഴിക്കാറില്ല കേട്ടോ. എന്തോ ഹൈജീൻ്റെ പ്രശ്നമാണോ എന്തോന്ന് എനിക്കറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വീഡിയോസ് കാണുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രീറ്റിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കാൻ തോന്നില്ല. എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടാക്കി തന്നാലോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയാലോ എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ. എന്തോ മനസ്സറിഞ്ഞ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുള്ളൂ ഈ സാധനം. എന്തായാലും പൂരിയൊക്കെ ഫ്രൈ ചെയ്തു. നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സ്കൂൾ വിട്ട് വന്നു. ഡയറക്റ്റ് ഞാൻ അവരുടെ മുമ്പിലേക്ക് ഈ പാനിപ്പൂരിയാണ് കേട്ടോ കൊണ്ടുവന്നത്. കുറേ നേരം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ്, ഞാൻ ഉണ്ടാക്കിയതാണോ മേടിച്ചതാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു അവന്. അതിനുശേഷം ക്ലിയറായി. ഞാൻ അവന് കൊടുത്തപ്പോൾ ഉള്ള അവൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ഈ സാധനമെന്ന്.